ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചമണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വാഴക്കൂമ്പ് തോരനായാലോ? നമുക്ക് നല്ല വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന കേട്ടോ. അത് നമുക്ക് നന്നായി ഇതുപോലെ കൊത്തി നുറുക്കിയെടുക്കാം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാനിത് ഈ തോരൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. നമുക്കതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി കുഴച്ചൊന്നിങ്ങനെ എടുക്കുക. അതിൻ്റെ നൂലൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നൂലൊക്കെ ഒന്ന് പോയി അത് നല്ല സെറ്റായിട്ടിരിക്കും. വാഴക്കൂമ്പ് ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുമല്ലോ, പച്ചക്കറി കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ വാങ്ങി ഉണ്ടാക്കി നോക്കണേ. പറമ്പിലുള്ളവർ എത്രയും വേഗം ഉണ്ടെങ്കിൽ പറിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കാം കേട്ടോ. എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ടു. അതിന് ശേഷം ഒരു മുറി തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട്. ചെറിയ തേങ്ങ ആണെങ്കിൽ ഒരു മുറി, അല്ലെങ്കിൽ അരമുറിയൊക്കെ മതി. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മളത് ഉപ്പിട്ട് കുഴച്ചതായതുകൊണ്ട് ഉപ്പും കൂടി നോക്കി ആവശ്യത്തിന് പാകമല്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച്, അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. Thank you.